ബാഗ്ദാദിലേക്ക് പോകുന്നവർ, ബസ്രയിൽ നിന്നും വരുന്നവർ എല്ലാവരും നമ്മുടെ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. സത്രങ്ങളോ വഴിയമ്പലങ്ങളോ ഇല്ല. ഭക്ഷണം കഴിച്ചു പോകട്ടെ. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് പോലെ പുണ്യം മറ്റൊന്നില്ല. ഇവിടെ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എന്താ ഒരു മര്യാദ ഇല്ലാതെ കഴിക്കാൻ ആഹാരം വെച്ചിരിക്കും. മാറി നിൽക്കടാ, മാറി നിൽക്കടാ. ഞങ്ങൾ അപകടമുണ്ട്. വേഗം നീ ആരാണ്? ഇവരാര്? എന്താണ് നിന്റെ തൊഴിൽ? എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇബ്രാഹിം, കസവ് വ്യാപാരാണ്. ചിയാലിയിൽ നിന്ന് വരുന്നു. കസവ് കച്ചവടം ഇവിടെയോ? വന്നപ്പോഴാണ് കേട്ട വിവരം തെറ്റാണെന്ന് മനസ്സിലായത്. പ്രഭു, ഇവൻ പറഞ്ഞത് വെറും കളവാണ്. ഇവന്റെ പേര് ജവാൻ. ഒരു കൊള്ളക്കൂട്ടത്തിന്റെ തലവനാണ്. കൊള്ളയടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി വെക്കാനാണ് ഇവൻ ഈ രാജ്യത്ത് വന്നത്. ഇവന്റെ താവളം ഞാൻ കാണുന്നു. അവിടെ ക്രൂരമുഖമുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു. കളവ് മുതലുകൾ കാണുന്നു. മന്ത്രമണൽ പറയുന്നത് ശരിയല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ വേറെയും ശിക്ഷയുണ്ട്. സത്യം. ഇവനെ തുറുങ്കിലടയ്ക്കും, ജീവപര്യന്തം. ദിവസം 30 ചാട്ടയടി. എന്നെ രക്ഷിക്കണം. ഇനി ഞാൻ കക്കില്ല, മേല് കക്കില്ല. പട്ടാളത്തെ അയച്ച് ഇവന്റെ താവളം പൊളിച്ച് നിരപ്പാക്കുക. തള്ളയെ അഗതി മന്ദിരത്തിലേക്ക് അയക്കുക. കളവ് മുതലുകൾ അടയാള സഹിതം വന്നാൽ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുക. കൊണ്ടുപോകും. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കൂ. വേഗം അകത്തേക്ക് വിടരുത്. നിൽക്കൂ നിൽക്കൂ. ഇത് ആചാരത്തിന് നിൽക്കുന്നതല്ലോ. രാജകുമാരി മന്ത്രി മന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയോ? മന്ത്രിയോട് അവിടെ വന്ന് മുഖം കാണിക്കാൻ കൽപ്പിച്ചതായി പറയാം. പഴയ ആചാരങ്ങൾ പലതും മാറ്റിയ നാടാണിത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതിപ്പോ തന്നെ മന്ത്രിയോട് സംസാരിക്കേണ്ടതാണ്. പാവം ക്ഷീണിച്ച് വിശ്രമിക്കുക. മന്ത്രിക്ക് ചെറുപ്പല്ലേ? രാജകുമാരിക്ക് അധിക സമയമൊന്നും വേണ്ട. അതെ. മന്ത്രമണൽ വായിക്കുന്ന വിദ്യ രാജകുമാരിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം. അത് പ്രയാസം. 10 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ജപം, വ്രതം, ധ്യാനം, 9 കൊല്ലത്തെ അഭ്യാസം.
ഇനിയും പൂർത്തിയായി എന്ന് പറഞ്ഞുകൂടാ. എന്നാലും പഠിക്കണമെന്ന് രാജകുമാരി. മറ്റൊരാളെ പഠിപ്പിക്കാൻ ഗുരുവായ മഹാസിദ്ധന്റെ അനുവാദം വേണമല്ലോ. രാജകുമാരിയുടെ വിവാഹം എന്ന് നടക്കുമെന്ന് പറഞ്ഞു തരാമോ? കൊട്ടാരത്തിൽ പലർക്കും അറിയാൻ ആഗ്രഹമാണ്. രാജകുമാരി മറുപടിക്ക് കാത്തു നിൽക്കുന്നു. വിവാഹയോഗം അടുത്തൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോ രാജകുമാരിയുടെ മനസ്സിലൊരു നവയുവാവുണ്ട്. അതാരെന്ന് പറയാമോ? പിന്നെ ആവട്ടെ. രാജകുമാരിക്ക് ഇപ്പൊ അറിയണമെന്ന് നിർബന്ധം. ഊരും പേരും അറിയാത്തവൻ. അവനെ പറ്റി ചിന്തിക്കരുത്. മോഹങ്ങൾ വളർത്തരുത്. പിന്നീട് രാജകുമാരിക്ക് ദുഃഖിക്കേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് മന്ത്രമണൽ പറയുന്നു. വിവാഹഘോഷം അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന ജോലിക്കാരുടെ ഇടയിലെ സംസാരം. എനിക്ക് വയ്യ. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യും അമിനത്താത്ത? ഇവനാണോ? അല്ല, ഇവനോ? ഇവൻ തന്നെ ഉറപ്പ്. നല്ല പെൺകുട്ടികൾക്ക് 500 ദിനാർ വരെ തരുമെന്ന് പറഞ്ഞു. ഇവനാണ് റഷീദ്. അടിമക്കച്ചവടം നിരോധിച്ച നാടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ധനമോഹികൾ ഉണ്ടാവുമല്ലോ. അതവൻ അറിയാം. ഇനി നിങ്ങളുടെ തെരുവിൽ വരുമ്പോൾ കച്ചവടം നടത്താൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞ് നേരെ ഇവിടെ വിവരം കൊടുത്താൽ മതി. അവൻ വന്ന സ്ഥിതിക്ക് പിന്നാലെ കൊമ്പനാലിയും എത്തും. കൊടുക്കാൻ എന്താ വഴി? വഴിയുണ്ടാവും. ഇതാണ് ആള്. കൊട്ടാരമണിക്കാരായിരുന്നു വിളമ്പുന്നത്. പൂ പോലത്തെ പെൺകുട്ടികൾ. കണ്ടു നോക്ക്. നിങ്ങളാരാ? അത്യാവശ്യം ഈ കച്ചവടം നമ്മൾ നടത്തുന്നു. രാജാവറിഞ്ഞ വില നിലവാരം അറിയുന്ന ആൾ ഞാനല്ല. വിളിച്ചോണ്ട് വരാം. വന്നേ. ശരി ശരി.